ഇടുക്കി ആനയിറങ്കൽ ഹൈഡൽ ടൂറിസം സെന്ററിൽ പ്രവേശന ഫീസ് പിരിക്കാൻ സ്വകാര്യ സൊസൈറ്റിക്ക് അനുമതി നൽകി KSEB. CPM ഭരിക്കുന്ന സൊസൈറ്റിക്ക് അനുമതി നൽകിയതിൽ പ്രതിഷേധവുമായി UDF രംഗത്തെത്തി. KSEBയുടെ സ്ഥലത്ത് സ്വകാര്യ സൊസൈറ്റിക്ക് പണപ്പിരിവ് നടത്താൻ അനുമതിയില്ലെന്നാണ് ആരോപണം. കോൺഗ്രസ് നേതൃത്വത്തിലാണ് ആരോപണം ഉന്നയിച്ചത്. കാട്ടാനകൾ കൂട്ടമായി വെള്ളം കുടിക്കുവാനെത്തുന്ന ആനയിറങ്കൽ ഡാമിൽ ബോട്ടിംഗ് നടത്തുന്നതിന് നിരോധനം ഏർപ്പെടുത്തി ഹൈക്കോടതി മുമ്പ് ഉത്തരവിട്ടിരുന്നു. എന്നാൽ ബോട്ടിംഗ് സെന്ററിൽ സാമൂഹിക വിരുദ്ധർ പ്രശ്നമുണ്ടാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രവേശന ഫീസ് ഈടാക്കുവാൻ ആനയിറങ്കലിൽ അമ്യൂസ്മെന്റ് പാർക്ക് നടത്തുന്ന സ്പർശം ടൂറിസം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് നിബന്ധനകളോടെ അനുമതി നൽകി ഹൈഡൽ ടൂറിസം ഡയറക്ടർ ഉത്തരവിറക്കിയത്. ഇന്നലെ മുതലാണ് ഉത്തരവ് പ്രാബല്യത്തിൽ വന്നത്. ആനയിറങ്കൽ ടൂറിസം സെന്ററിലെ അഡ്വഞ്ചർ സെന്ററിൽ മാത്രമാണ് സൊസൈറ്റിക്ക് പണപ്പിരിവ് നടത്തുവാൻ അനുമതി നൽകിയത്. KSEBയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്ത് സ്വകാര്യ സംഘടനയ്ക്ക് പണപ്പിരിവ് നടത്തുവാൻ അനുമതി നൽകിയതിൽ ദുരൂഹതയുണ്ടെന്നാണ് UDFും കോൺഗ്രസും ആരോപിക്കുന്നത്. ആനയിറങ്കൽ ജലവൈദ്യുത പദ്ധതി KSEBയുടെ കീഴിലുള്ളതാണ്. KSEB അത് ആർക്കും പാട്ടത്തിന് കൊടുത്തിട്ടില്ല. പക്ഷെ KSEB പാട്ടത്തിന് കൊടുത്തിരിക്കുന്നു എന്ന വ്യാജേന ഹൈഡൽ ടൂറിസംകാർ പെരുമ്പാവൂർ കേന്ദ്രമായിട്ടുള്ള സ്പർശം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് അത് പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ്. അത് CPMൻ്റെ ഒരു ബിനാമി സ്ഥാപനമാണ് ഈ സ്പർശം ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്ന സ്ഥാപനം. എന്നാൽ ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തി ഉത്തരവിറക്കിയിട്ടുണ്ടെങ്കിലും നിരവധി സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. നിയന്ത്രിക്കാൻ ആളില്ലാത്തതിനാൽ മാലിന്യവും മറ്റും ഇവിടെ കൂടിക്കിടക്കുന്ന അവസ്ഥയാണ്. ഒപ്പം രാത്രികാലത്ത് സാമൂഹിക വിരുദ്ധ ശല്യവും രൂക്ഷമായതിനാലാണ് സെന്ററിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുവാൻ CPIM നേതൃത്വം നൽകുന്ന സംഘടനയ്ക്ക് പ്രവേശന ഫീസ് പിരിക്കുവാൻ അനുമതി നൽകിയതെന്നാണ് ഹൈഡൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ വിശദീകരണം. റിപ്പോർട്ടർ, ഇടുക്കി.